ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ആൾ കുവൈറ്റിലായിരുന്നു. അവിടെ വെച്ച് സെപ്റ്റംബർ 20 സ്ട്രോക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഡോക്ടർ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതാണ്. 3 ദിവസം അവരൊന്നും ചെയ്യാതെ അവിടെ ഇട്ടു. വെൻറ്റിലേറ്ററിലായിരുന്നു. അപ്പോൾ അവിടെയുള്ള നേഴ്സുമാർ അമ്മയുടെ തൈലവും തേനും നാവിലും നെറ്റിയിലുമൊക്കെ തേക്കുമായിരുന്നു. അവരെന്നെ വിളിച്ച് പറഞ്ഞു, എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുക്ക്, ഇല്ല റൈറ്റ് സൈഡ് മുഴുവൻ വീക്കായിപ്പോയി. അവരൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ സെപ്റ്റംബർ 22 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ മോറ്റുഴയിൽ നിന്നാണ് ഇവിടെ വരുന്നത്. പിറ്റേ ദിവസം ഞാനിവിടെ വന്നു. എനിക്ക് അച്ഛനെ കാണാനുള്ള സൗകര്യം കിട്ടി. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോട്ടോയും കാര്യങ്ങളും തന്നു. അപ്പോൾ ഇല്ല, അമ്മ ഇവിടെ ഉണ്ട്, ധൈര്യമായിട്ട് പേപ്പർ കൊടുത്തോ എന്നും പറഞ്ഞ് പേപ്പർ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ നൂലോടിച്ച് പേപ്പർ മേടിച്ചു. അച്ഛനെ എനിക്ക് വന്ന് കണ്ടു. അച്ഛൻ ഈ പേപ്പർ കൈ കൊണ്ട് തൊട്ട് പ്രാർത്ഥിച്ച, അമ്മയോട് തൊട്ട് പ്രാർത്ഥിച്ച ആ നിമിഷം, 3-ാം ദിവസം ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതാണ്. ആ സമയത്ത് അവിടുന്ന് കോള് വരുവാണ്, ഓപ്പറേഷൻ എടുക്കുവാണ് എന്നും പറഞ്ഞ്. ആ കൊച്ച് ഡോക്ടർ അറിയാതെ കയ്യിൽ ബാൻഡേജിൻ്റെ ഉള്ളിൽ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ വെച്ച് കെട്ടി ഓപ്പറേഷന് കയറ്റി. അച്ഛൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ നിമിഷമാണ് കോള് വന്നത്, ഓപ്പറേഷൻ എടുക്കുമെന്ന്. ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതാണ്. അങ്ങനെ പിറ്റേ ദിവസം അവർ പറഞ്ഞു, ഒന്നും പ്രതീക്ഷിക്കേണ്ട, തലയുടെ ഒരു ഭാഗം എടുത്ത് മാറ്റി അവർ ഫ്രീസറിൽ വെച്ചു, അതിൻ്റെ ആവശ്യം വരില്ല എന്നാണ് അവർ പറഞ്ഞത്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ആള് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. പ്രാർത്ഥനയിലായിരുന്നു. അവിടുത്തെ അച്ഛന്മാരും നേഴ്സുമാരും കൊന്ത അവർ നിർത്തിയിട്ടില്ല. ആസ്റ്ററിൽ എത്തണ വരെ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി ആംബുലൻസിൽ കയറി ആശുപത്രിയിൽ എത്തണ വരെ അവർ ജപമാല നിർത്തിയിട്ടില്ല. അവിടെ ഒരു കുഴപ്പവും കൂടാതെ എത്തി. 6-ാം തീയതി അടുത്ത ഓപ്പറേഷൻ. ഫ്ലാപ്പ് തിരിച്ചു വെക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ലായിരുന്നു. ഇത്രയും നാളായി. അത് എന്തെങ്കിലും ഒരു ശകലം കേട് പറ്റിയാലും നമ്മൾ വേറെ അന്വേഷിക്കേണ്ട വരും, നോക്കണ്ട. അതിനൊന്നും ഒരു തടസ്സവും അമ്മ മാതാവ് വരുത്തിയില്ല. എല്ലാം അങ്ങനെ തന്നെ വെക്കാൻ സാധിച്ചു, ഒരു കുഴപ്പവും കൂടാതെ. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചോളൂ. ഞാനിവിടെ നിന്ന് നടത്തിയാണ് വിട്ടത്. എനിക്കിവിടെ തിരിച്ച് നടന്ന് തന്നെ വന്ന അമ്മ എനിക്ക് കൊണ്ടുതന്നെ. എനിക്ക് 28-ാം തീയതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ പുറത്തെങ്ങും കൊണ്ടുപോകില്ല. അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന ശേഷമാണ് ഞാൻ എവിടെയും പുറത്തേക്ക് ഞാൻ ഇറക്കുള്ളൂ. എനിക്ക് അങ്ങനെ ഈ 5-ാം മാസം 25-ാം മാസത്തിൽ ഇവിടെ വന്ന് എനിക്ക് അച്ഛനെ കാണാനുള്ള സൗകര്യം കിട്ടി. ഞാൻ ആളെ ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോഴും കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി.